പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ പി വത്സലയെയും പി ഗോവിന്ദപിള്ളയെയും അനുസ്മരിച്ചു. RVM ദിവാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി പി വത്സലയെയും പി ഗോവിന്ദപിള്ളയെയും അനുസ്മരിച്ചു. AK രമേശ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ RVM ദിവാകരൻ, ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിലെ വായന ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പരമ്പര ചെയ്യാൻ വേണ്ടി പലരെയും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ കണ്ട ഒരു പ്രമുഖ വ്യക്തി പി ഗോവിന്ദപിള്ളയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ MGRന്റെ സുഹൃത്തായിരുന്നു. സുഹൃത്ത് എന്ന് വിളിച്ചുകൂടാ, ഒരു ഗുരുതുല്യനായ ആളെയായിരുന്നു മാതൃഭൂമിയിൽ. അപ്പോൾ MGRന്റെ കെയർ ഓഫിൽ ഞാൻ കാണാൻ പോവുകയും ദീർഘനേരം ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചാൽ, ഗ്രന്ഥശാല മാത്രമല്ല എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അങ്ങ് വാദവരാതെ എനിക്കിത് എഴുതിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ചരിത്രം ഇങ്ങോട്ട് വരികയാണ്. പഴയകാലമാണ്, അന്ന് അങ്ങനെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡറും മാത്രം സൗകര്യങ്ങളൊന്നുമില്ല. കുറിപ്പ് വളരെ സ്പീഡിൽ കുറിപ്പിലെടുത്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, അതിൽ PG ഏതൊക്കെ മേഖലയിൽ എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് പറയുകയും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, അപ്പോൾ എനിക്ക് അതിനകത്തൊരു ന്യൂസ് വാല്യൂ എന്ന് പറയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ആവശ്യമുണ്ടായിട്ട് വരുള്ളൂ. പക്ഷെ എന്നാലും വളരെ ദീർഘമായി ആ കാര്യം സംസാരിച്ച്, അങ്ങനെ ഒരു തവണയാണ് എനിക്ക് PGയെ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടായി, തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്. ഡോക്ടർ U ഹേമന്ത് കുമാർ, വിനു നീലേരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാർത്ഥികളിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ പുതുഗാഥകൾ രചിക്കാൻ